നമസ്കാരം, ഏവർക്കും എക്കോ റാംബ്ലറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കൊടുങ്കാട്ടിലൂടെയുള്ള യാത്രയും മനോഹരമായ കാഴ്ചകളും ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് റോസ്മല. കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിൽപ്പെട്ട കുളത്തൂപ്പുഴ പഞ്ചായത്തിലെ വാർഡാണ് റോസ്മല. ഞാനിപ്പോൾ നിൽക്കുന്നത് ആര്യങ്കാവിലാണ്. ആര്യങ്കാവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന് 100 മീറ്റർ മുൻപിൽ റൈറ്റിലേക്ക് തിരിഞ്ഞ് ഏകദേശം 14 കിലോമീറ്റർ കൊടുംവനത്തിലൂടെ സഞ്ചരിച്ചാൽ റോസ്മലയിലെത്താം. ആര്യങ്കാവ് വനം റേഞ്ചിനും തെന്മല ശെന്തുരുണി വന്യജീവി സങ്കേതത്തിനും ഇടയിലാണ് റോസ്മല സ്ഥിതി ചെയ്യുന്നത്. തീർത്തും വനത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശം കൂടിയാണിത്. ഓഫ് റോഡ് യാത്ര ഇഷ്ടപ്പെടുന്ന യാത്രക്കാർക്ക് ഏറ്റവും മികച്ചൊരു ഓഫ് റോഡ് അനുഭവമാണ് റോസ്മലയിലേക്കുള്ള യാത്ര. ഈ വഴിയുടെ രണ്ടായി പിരിയുകയാണ്. ലെഫ്റ്റിലേക്ക് പോയാൽ രാജാത്തോട്ടവും നേരെ പോയാൽ റോസ്മലയിലേക്കുമാണ് എത്തിച്ചേരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അനുമതിയോടുകൂടിയല്ലാതെ ഒരു കാരണവശാലും രാജാത്തോട്ടത്തിലേക്ക് പോകരുത്. അത്യന്തം അപകടം നിറഞ്ഞ വഴികളാണ് രാജാത്തോട്ടത്തിലേക്ക്. ഏതു നിമിഷവും ആനകളുടെ ആക്രമണം ഭയന്ന് വേണം രാജാത്തോട്ടത്തിലേക്ക് യാത്ര ചെയ്യാൻ. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് രാജാത്തോട്ടത്തിലേക്കുള്ള പ്രവേശനം തടഞ്ഞിരിക്കുന്നത്. ഓഫ് റോഡിൻ്റെ ലെങ്ത് കുറഞ്ഞിരിക്കുന്നു എന്നതാണ്. റോസ്മല റൂട്ടിലെ ഏറ്റവും വലിയ ഓഫ് റോഡ് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് ഇവിടുത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റ്. റോഡ് മോശമാണ് എന്നൊരു കാരണത്താൽ റോസ്മലയുടെ കാഴ്ച മിസ് ചെയ്യരുത്. ഈ റോഡിന് കുറുകെ ഒഴുകുന്ന ഒരു നീർച്ചോലയാണ്. മഴക്കാലമായാൽ ഇതിലെ സഞ്ചരിക്കുക എന്നത് ഓരോ യാത്രികനും പ്രത്യേക അനുഭൂതിയാണ് റോസ്മല യാത്ര സമ്മാനിക്കുന്നത്. റോസ്മലയിലേക്കുള്ള ഈ വനപാതയിൽ മിക്ക സമയങ്ങളിലും ആനയുടെ സാന്നിധ്യം കണ്ടുവരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ റൂട്ടിൽ പോകുന്നവർ വളരെ ശ്രദ്ധയോടുകൂടി വേണം ഇതിലെ യാത്ര ചെയ്യാൻ. വനപാലകരോ തദ്ദേശീയരായ ആൾക്കാരോ ഇല്ലാതെ ഒരു കാരണവശാലും വാഹനം നിർത്തി കാടിനുള്ളിലേക്ക് പ്രവേശിക്കരുത്. ഇവിടവും കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് റോസ്മലയ്ക്ക് അടുത്തുള്ള വനം വകുപ്പിൻ്റെ ചെക്ക് പോസ്റ്റ് വരുന്നത്. വേണമെങ്കിൽ കുറച്ച് സമയം അവിടെ വിശ്രമിക്കാം. ചെക്ക് പോസ്റ്റ് നിൽക്കുന്നിടത്ത് നിന്ന് മുന്നോട്ടോ പുറകോട്ടോ ഉള്ള വനപ്രദേശങ്ങളിൽ വാഹനം നിർത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇവിടെ എത്തുന്നവർ ചെക്ക് പോസ്റ്റിൽ എൻട്രി ചെയ്തതിന് ശേഷം മാത്രം റോസ്മലയിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഈ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിൻ്റെ അടുത്ത് വരെ മാത്രമേ കോൺക്രീറ്റ് റോഡുള്ളൂ. ഇവിടം പിന്നിട്ടാൽ മുന്നോട്ട് റോസ്മല വരെ തെന്നിത്തിരിച്ച പാതയാണ് കാണാനാവുക. ഇവിടെയാണ് കൂടുതൽ ആനത്താരികളുള്ളതും ആനയുടെ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശം. വേനൽക്കാലമായതുകൊണ്ട് കാട്ടുതീ തടയുന്നതിന്റെ ഭാഗമായി ഫയർ ലൈൻ വർക്കുകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അടിക്കാട് തീപിടിച്ച് മുകളിലേക്ക് വന്ന് കത്തിപ്പടരാതിരിക്കാൻ ഈ പാതയോരത്തിലുള്ള ചില്ലകളും കരിയിലകളും ക്ലീൻ ചെയ്യുന്നതാണ് ഫയർ ലൈൻ വർക്ക് എന്ന് പറയുന്നത്. ഇവിടുന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ ചെന്നെത്തുന്നത് റോസ്മല എന്ന ഗ്രാമത്തിന്റെ അതിർത്തിയിലേക്കാണ്. അങ്ങനെ ഏറെ നേരത്തെ യാത്രയ്ക്കൊടുവിൽ നമ്മൾ റോസ്മലയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. റോസ്മലയിലെ പ്രധാന കാഴ്ച കാണാൻ ഇവിടുന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞ് ഒരു 300 മീറ്റർ മുന്നോട്ട് പോയാൽ ഫോറസ്റ്റ് ഓഫീസും ടിക്കറ്റ് കൗണ്ടറുമെല്ലാം ഉള്ള ഒരു പ്രദേശത്തെത്തും. അവിടെ വാഹനം സുരക്ഷിതമായി പാർക്ക് ചെയ്ത ശേഷം ആള് ഒന്നിന് 70 രൂപ ടിക്കറ്റ് എടുത്ത് വേണം റോസ്മല വാച്ച് ടവറിലേക്ക് പോകാൻ. പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് റോസ്മല. അനധികൃതമായി പ്ലാസ്റ്റിക് വസ്തുക്കൾ കൊണ്ടുപോകുന്നവർക്കെതിരെ 2000 രൂപ പിഴ ചുമത്തുകയോ നിയമ നടപടികൾ സ്വീകരിക്കുകയോ ചെയ്യുന്നതാണ്. ഇവിടുന്ന് ഏകദേശം 300 മീറ്റർ ഈ മല കയറിയാൽ റോസ്മല വാച്ച് ടവറിന്റെ ഭാഗത്തെത്താം. ഭയങ്കര ലൈറ്റാണ്. ഇവിടേക്ക് വരുന്നവർ കഴിവതും കുടിവെള്ളം കരുതിയിരിക്കണം.
നടന്ന് വാച്ച് ടവറിന്റെ മുന്നിലേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ചയാണിത്. അങ്ങ് ദൂരത്തായിട്ട് തെന്മല പരപ്പാർ അണക്കെട്ടിന്റെ കാച്ച്മെന്റ് ഏരിയയാണ് തൊട്ടുമുന്നിൽ കണ്ടത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് അരിങ്കാവിനടുത്തുള്ള റോസ്മലയിലാണ്. റോസ്മല തെന്മല ഇക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു ടൂറിസം പ്ലേസ് ആണ്. പരപ്പാർ അണക്കെട്ടിന്റെ കാച്ച്മെന്റ് ഏരിയയാണ് ഇവിടുത്തെ പ്രധാന കാഴ്ചകളിലൊന്ന്. വരൂ, നമുക്ക് ആ കാഴ്ചകളിലേക്കൊന്ന് പോകാം. ഇത് ഇവിടുത്തെ വാച്ച് ടവറും പോലീസ് വയർലെസ് സ്റ്റേഷനും കൂടിയാണ്. മുമ്പെങ്ങോ ആരാധിച്ചിരുന്ന ഒരു ക്ഷേത്രത്തിന്റെ അവശിഷ്ടമാണ് തൊട്ടുമുന്നിൽ കാണുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് റോസ്മലയിലാണ്. ഇത് തെന്മല പരപ്പാർ ഡാമിന്റെ കാച്ച്മെന്റ് ഏരിയയാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ കാച്ച്മെന്റ് ഏരിയകളിലൊന്നാണ് തെന്മല കാച്ച്മെന്റ് ഏരിയ. ഇതിനൊരു പ്രത്യേകത കൂടിയുണ്ട്. പ്രകൃതിയാൽ നിർമ്മിതമായ ഒരു ഹാർട്ടാണ് ഇതിൻ്റെ പ്രത്യേകത. ആ കാണുന്നത് ഒരു ഹാർട്ടിൻ്റെ ഷേപ്പാണ്. അത് പ്രകൃതിയാൽ നിർമ്മിതമായ ഒന്നാണ്. ഇതാണ് ഈ റോസ്മലയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നേരെ മുന്നിൽ കാണുന്ന വനപ്രദേശം കുളത്തൂപ്പുഴയാണ്. പിന്നീട് നമ്മുടെ കാഴ്ചയിൽ വരുന്ന ഒരു കാര്യമാണ് അഞ്ചൽ ചെണ്ണപ്പേട്ടയിലുള്ള കുടുക്കത്തുപാറ. അങ്ങ് ദൂരെയായി ഒരു സൂചിമന പോലെ കുടുക്കത്തുപാറയും നമുക്ക് കാണാനാകും. ഇന്നത്തെ വീഡിയോ ഏവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മനോഹരമായ മറ്റൊരു കാഴ്ചയുമായി കാണും വരെ ഏവർക്കും ഗുഡ് ബൈ. കൊട്ടാരക്കരയിൽ നിന്നും റോസ്മലയ്ക്ക് 62 കിലോമീറ്ററാണ് ദൂരം. തിരുവനന്തപുരത്ത് നിന്നും കുളത്തൂപ്പുഴ വഴി 95 കിലോമീറ്ററാണ് റോസ്മലയിൽ എത്തിച്ചേരാനുള്ള ദൂരം. ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ തെന്മല റെയിൽവേ സ്റ്റേഷനാണ്.